സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മാത്സിൻ്റെ പുതിയ ഒരു ഭാഗം പഠിക്കാൻ പോവുകയാണ്. നമ്മൾക്ക് മാത്സിൽ അത്യാവശ്യമായി വരുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെസിമൽ എന്ന് പറയുന്ന, മലയാളത്തിൽ അതിനെ ദശാംശം എന്നാണ് പറയുക. അതായത് ചുരുക്കി പറഞ്ഞ പോയിന്റ് വരുന്ന കണക്കുകൾ 2.3, അതേപോലെ തന്നെ 5.6 എന്ന് പറയുന്ന ഇത്തരം നമ്പറുകളൊക്കെ ഇതാണ്. പോയിന്റ് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 5.6, അതേപോലെ തന്നെ 3.23, ഇങ്ങനെയൊക്കെ വരുന്ന നമ്പറുകളെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് കുറക്കുക, സബ്ട്രാക്ട് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൂന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ആണ്. എല്ലാ കുട്ടികളും ശരിക്കും ശ്രദ്ധിക്കുക. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. കൂട്ടുന്ന പോലെയല്ല ഗുണിക്കുക. അപ്പൊ അതുപോലെ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിത് അവിടെ കുറച്ച് ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. ഞാനിത് ആദ്യത്തെ ചോദ്യം ഇവിടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നേരെ നോക്കിക്കോളൂ. ഇതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ എപ്പോഴും കൂട്ടിൽ എഴുതുമ്പോൾ ആദ്യം ഒരു നമ്പർ എഴുതും 2.3 പ്ലസ്, പിന്നെ അടുത്തത് 5.2 എന്ന് എഴുതും അല്ലെ. ഇങ്ങനെ അടിക്ക് എഴുതിയിട്ട് ഇവിടെ അല്ലേ ചെയ്യുക. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് നമ്മൾ രണ്ടാമത്തെ നമ്പർ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത്. പോയിന്റ് എഴുതി അതിനുശേഷം ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. കേൾക്കുമ്പോൾ തോന്നും ഇങ്ങനെ തന്നെയല്ലേ ഇപ്പൊ എല്ലാവരും ചെയ്യല് എന്നുള്ളത്. അത് അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ എന്തിനാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് അത് എടുത്ത് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവും. ഇതെങ്ങനെ ചെയ്യണം നോക്കട്ടെ. സാധാ പോലെ തന്നെ 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാൻ നമുക്ക് 5 ആണ്. അതിനുശേഷം എന്താ, പോയിന്റിന്റെ നേരെ താഴത്ത് പോയിന്റ് അതേപോലെ ഇറക്കിയിടുക. പിന്നെ അതിനുശേഷം 5 2ഉം കൂട്ടിയാൽ എത്രയാണ്, 7 ആണ്. അപ്പൊ 7.5 ആണ് ഇതിന്റെ ഉത്തരം. അടുത്തത് ചെയ്യുന്ന ശരിക്കും നോക്കിക്കോട്ടോ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ശരിക്കും നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. 1.23 1.23 അത് അതുപോലെ എഴുതി കൂട്ടണം. അടുത്തത് ഞാൻ എഴുതി നോക്കട്ടോ. 35.2 35.2 എന്നുള്ളതാണ്. അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതി നോക്കട്ടോ. ആദ്യം ഞാനിതാ ഈ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം എഴുതുന്നത്. പോയിന്റ് അതുപോലെ എഴുതി. അതിനുശേഷം പോയിന്റിന്റെ അപ്പുറത്തുള്ള ഇവിടെ 2 ഉണ്ട്, അതേപോലെ തന്നെ എപ്പുറത്താണ് എന്തുള്ളത് 35 ഉള്ളത്. അപ്പൊ ഞാനിതാ 35 എഴുതി. ഇങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റും എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കുക. ഇങ്ങനെ തന്നെ, അതായത് പോയിന്റിന്റെ താഴത്ത് എന്ത് വരണം, പോയിന്റ് വരണം എന്നുള്ളതാണ്. ഇത് നോക്കി എങ്ങനെ ചെയ്യാന്നുള്ളത്. 3 3ന്റെ താഴത്ത് ഒന്നും കൂട്ടല്ല, അപ്പൊ 3 അതുപോലെ എഴുതി. അടുത്തത് 2ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 4, പോയിന്റിന്റെ നേരെ താഴത്ത് പോയിന്റ് എഴുതുക. 1 കൂടി 5 കൂട്ടിക്കഴിഞ്ഞാൽ 6, അടുത്തത് 3 അതുപോലെ അടി കറക്റ്റ് ചെയ്താൽ ഇങ്ങനെയാണ് എന്താവുക, പോയിന്റുകൾ വരുന്ന നമ്പറുകൾ കൂട്ടുക എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ഇതാണ്. 10.08 കൂടെ 1.2 കൂട്ടണം. പക്ഷെ 1.2 എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം, പോയിന്റ് എഴുതണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് എഴുതേണ്ടത്, പോയിന്റ് എഴുതുക. അതിനുശേഷം പോയിന്റിന്റെ ഇപ്പുറത്ത് 2 ഉണ്ട്, ഇപ്പുറത്ത് എന്തുണ്ട്, 1 ഉണ്ട്. അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഓരോ നമ്പറിന്റെയും താഴത്ത് എഴുതുന്നത് കൃത്യമായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. പോയിന്റിന്റെ താഴത്ത് തന്നെ പോയിന്റ് എഴുതുക. ഇനി ഇതാ ഈ 8 അതേപോലെ താഴത്ത് കറക്കിട്ടാൽ മതി. 0ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാൻ നമുക്ക്, 2 ആണ് കിട്ടുക. ഇനി ഈ പോയിന്റ് നേരെ താഴത്ത് കടി കറക്കിടുക. 0ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ്. ഈ 1 നേരെ താഴത്ത് കറക്കിടുക. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേക്കാം നമുക്ക്. 100.5 അതിൽ കൂടെ എന്ത് കൂട്ടണം എന്നാ പറയണത്, 2.56. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം, പോയിന്റ് എഴുതണം. പോയിന്റിന്റെ അപ്പുറത്ത് എന്തുണ്ട്, 5 6 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, 2 ഉണ്ട്. ഇങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ തെറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നോക്കുക, 6 നമ്മൾ എന്ത് ചെയ്തു, അതുപോലെ അടി കറക്റ്റ് ചെയ്തു. 5ഉം 5ഉം ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. 5ഉം 5ഉം കൂട്ടി എത്ര കിട്ടുക, 10 ആണ്. 10ന് 0 എഴുതി, ബാക്കി ഒന്ന് ഇവിടെ എഴുതാം. സാധാ കണക്ക് ചെയ്യണ പോലെ തന്നെ. അതിനുശേഷം ഇതാ ഈ പോയിന്റ് നേരെ താഴത്തേക്ക് നമ്മൾ ഇറക്കിടുക. 1ഉം 0ഉം കൂട്ടിയാൽ 1 തന്നെ. അത് കൂടെ 2ഉം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 3 എന്ന് കിട്ടും. ഈ 0 അതേപോലെ താഴത്തേക്ക് ഇറക്കിടുക. ഈ 1ഉം അതുപോലെ എഴുതുക. 103.06 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം നമുക്ക്. 3.14 കൂട്ടണം 22.5 എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ പോയിന്റ് എഴുതണം എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ 5 ഉണ്ട്, ഇപ്പുറത്ത് 22 ഉണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 4 അതുപോലെ താഴത്തെ കറക്കിടുന്നു. 1ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 6 എന്ന് കിട്ടുന്നു. പോയിന്റിന്റെ നേരെ താഴത്ത് പോയിന്റ് എഴുതുന്നു. 3ഉം 2ഉം 5 ആണ്. ഈ 2 അതുപോലെ താഴത്ത് കറക്റ്റ് ചെയ്ത. അപ്പോൾ സ്ഥാനങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് പോയിന്റിന്റെ താഴെ തന്നെ പോയിന്റ് ഇട്ടിട്ട് ചെയ്താൽ ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അടുത്തത് ഈ ചോദ്യമാണ്. ഇത് ഞാൻ ചെയ്യണില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എഴുതേണ്ട രൂപം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 5.4 എന്ന് എഴുതണം, കൂട്ടണം. അടുത്തത് 0.2 പോയിന്റ് ആണ് ആദ്യം ഇടേണ്ടത്. ഇവിടെ 2ഉം ഇവിടെ 0. ഇനി ഇതെന്താവുക, സാധാ പോലെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു എന്നറിയോ, എങ്ങനെയാണ് 2 പോയിന്റുകൾ വരുന്ന നമ്പറുകൾ കൂട്ടുക എന്നുള്ളത് നമ്മൾ എന്തായി കൃത്യമായിട്ട് പഠിച്ചപ്പോൾ.
ഇനി എങ്ങനെയാണ് കുറക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിൽ അതാണ് പഠിക്കുന്നത്. ശരിക്കും നോക്കിക്കോ, എങ്ങനെയാണ് രണ്ട് നമ്പറുകൾ കുറക്കുക എന്നത്. അതും ഈ കൂട്ടുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എന്തും ചെയ്യാനുള്ളത്, കുറക്കുന്ന കാര്യം പറയാനുള്ളത്. വേറൊന്നും പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. പക്ഷെ ഇൻറ്റു അത് വളരെ വലിയ വ്യത്യാസമുണ്ട്. കൂട്ടലിനും കുറക്കലിനും വളരെ വലിയ വ്യത്യാസത്തോടു കൂടെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം വരുന്നത്. അതിമൊക്കെ നമുക്ക് പോകാം. അതിന്റെ മുമ്പ് ഇവിടുത്തെ ഒരു 3 ചോദ്യം ചെയ്യാം. ഒറ്റ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ 34.32 എന്ന് എഴുതി, മൈനസ് അടുത്തത് 22.55. ആദ്യം എന്ത് എഴുതണം, പോയിന്റ് എഴുതണം. അതിനുശേഷം 22 ഇപ്പുറത്തും 5 ഇപ്പുറത്തും അങ്ങനെ തന്നെ എഴുതണം. ഇനി എങ്ങനെ കുറക്കാൻ നമ്മള് 32 നിന്ന്, അതായത് 2നെ നമ്മൾ എന്താക്കി മാറ്റും, ഇവിടെ 12 ആക്കി മാറ്റും. ഈ 3 ഒന്ന് ചെറുതായിട്ട് എത്രയായിട്ട് മാറും, 2 ആയിട്ട് മാറും. സാധാരണ നോർമൽ കുറക്കൽ നമ്മൾ പഠിച്ചതാണത്. 12 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 7. അടുത്തത് 2 നിന്ന് 3 കുറക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമ്മൾ ഇതിന് എത്രയാക്കി മാറ്റും, 12 ആക്കി മാറ്റും. തൊട്ട് മുമ്പത്തെ നമ്പർ എന്താവും, 1 ചെറുതാവും. 12 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടുക, 7. പോയിന്റിന് നേരെ താഴത്ത് പോയിന്റ് ഇറക്കുക. 3 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1. ഇവിടെ 3 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, നോർമൽ കുറക്കൽ തന്നെയാണ്, പോയിന്റിന് താഴെ തന്നെ പോയിന്റ് എഴുതണം എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. 236.56 എന്നുള്ളതാണ്. 236.56. അടുത്തത് എഴുതാണ്ട് 22.2 എന്നുള്ളതാ. അതെങ്ങനെ എഴുതണം, ആദ്യം പോയിന്റ് ഇടണം. അതിനുശേഷം ഇവിടെ 2 എഴുതിയിട്ട് ഇവിടെ 22 എഴുതണം. ഇങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ തെറ്റും. ഇനി കുറക്കുക. 6ന്റെ താഴത്ത് എന്ത് എഴുതുക, 6 അതുപോലെ അടി കറക്കി എഴുതുക. 5ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ്. പോയിന്റിന് നേരെ താഴത്ത് പോയിന്റ് എഴുതുക. 6ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 4 ആണ്. 3ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1, 2 അതുപോലെ താഴത്ത് കറക്കി എഴുതുക. ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കി നോക്കാം നമുക്ക്. 45.59 മൈനസ് 22.1 എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ആദ്യം പോയിന്റ് ഇടും. അതിനുശേഷം ഇപ്പുറത്ത് 2 ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്ത് 1 ഉണ്ട്. അത് ഏതുവാണെങ്കിലും ആദ്യം എഴുതാം. പോയിന്റ് ആദ്യം എന്ത് എഴുതണം, പോയിന്റിന്റെ താഴത്ത് പോയിന്റ് വരണം. അതിനുശേഷമുള്ള നമ്പർ ഇതിന്റെ താഴത്ത് 1 കറക്റ്റ് എഴുതുക. ഓരോ നമ്പറിന്റെ താഴത്തെ നമ്പറുകൾ അങ്ങനെ എഴുതി കൊടുക്കുക. 9ന്റെ താഴത്തെ നമ്പർ ഇല്ല, 9 അടി കറക്റ്റ് ഇടുക. 5ൽ നിന്ന് 1 കുറച്ചിന് എത്ര കിട്ടുക, 4 ആണ്. പോയിന്റിന്റെ താഴത്ത് നേരെ പോയിന്റ് ഇറക്കിട്ട് കൊടുക്കുക. 5ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, 3 ആണ്. 4ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 2 ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ഒരു ചോദ്യം ഉണ്ട്. ഇത് നിങ്ങൾ എന്താവുക, സ്വന്തമായിട്ട് ചെയ്യുക. ഉത്തരം കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്കുള്ളത് പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവണം. നോട്ട് പുസ്തകത്തിൽ ഇത് കാണുമാണ് കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് ഡെസിമൽ ഫോമുകളെ ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, ഇത് വളരെ വ്യത്യസ്തമാണ്. മറ്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ശരിക്കും നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യം ഞാനത് എഴുതണം, ആയിക്കോട്ടെ. 5.4 ഞാൻ അതുപോലെ എഴുതി, ഇൻറ്റു 2.3 എഴുതി. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇൻറ്റു എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പോയിന്റിന്റെ നേരെ താഴെ തന്നെ പോയിന്റ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കട്ടെ, എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. ആദ്യം സാധാ പോലെ ഗുണിക്കുക, പോയിന്റ് ഒന്നും മെയിൻ ചെയ്യാതെ സാധാ പോലെ ഗുണിക്കുക. 3നെ 4 കൊണ്ട് എന്താവും, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 4 പറഞ്ഞാൽ 12. 12ന് ബാക്കി 1 ഇവിടെ എഴുതി. അടുത്തത് 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 5 15 എന്നുള്ളതാണ്. 15 കൂടി 1 കൂട്ടാനുണ്ട്. അപ്പൊ എത്ര വരിക, 16. അത് കംപ്ലീറ്റ് ഇവിടെ എഴുതി കൊടുത്തു. ഓക്കെ അല്ലേ? ഇന്റൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിച്ചതാണത്. അടുത്തത് ഇപ്പൊ ഈ 3നെ എല്ലാ നമ്പർ കൊണ്ടും നമ്മൾ എന്തായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ആരെയാണ്, ഈ 2നെ ഈ 2 നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാനിതാ 2 × 4 എന്ന് പറഞ്ഞാൽ 8 അത് എഴുതി. 2 × 5 എന്ന് പറഞ്ഞാൽ 10 എഴുതി. സാധാ പോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ അറിയില്ലേ, ഈ 8 എഴുതേണ്ടത് ഇവിടെ 2 × 4 8 എന്ന് പറഞ്ഞത് 6ന്റെ താഴത്താണ് എഴുതേണ്ടത്. ഇവിടെ എഴുതാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ, നമ്മൾ ഇത് രണ്ടും പാടെ കൂട്ടുക. ഇപ്പോഴൊന്നും പോയിന്റ് നമുക്ക് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്നും പോയിന്റിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ ഒന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2 അതുപോലെ അടി കറക്കിടണു. 6ഉം 2ഉം 6ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 14 എന്ന് കിട്ടണു. ബാക്കി 1 ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതുന്നു. 1ഉം 1ഉം 2, ഈ 1 അടിക്ക് ഇറക്കിടുന്നു. ഇപ്പോൾ ഉത്തരമായിട്ടില്ല, ഗുണിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരവാനുണ്ട്. ഉത്തരവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം, ശരിക്കും ശ്രദ്ധിക്കുക. മേലേക്ക് നോക്കുക, ചോദ്യത്തേക്ക് ശരിക്കും നോക്കുക. ഇവിടെ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്, 1. ഇവിടെ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്, 3. സോറി, ഇവിടെ പോയിന്റിന് ശേഷം 1 നമ്പർ, ഇവിടെയും പോയിന്റിന് ശേഷം എത്ര നമ്പറാണ് ഉള്ളത്, 1 നമ്പറാണ് ഉള്ളത്. അപ്പോ ആകെപ്പാട് എത്രയായി, ഇവിടെ ഒന്നും ഇവിടെ ഒന്നും, ടോട്ടൽ 2 നമ്പറുകളായി. അപ്പൊ 2 നമ്പറുകൾ അല്ലെ. അപ്പൊ നോക്കിക്കോട്ടെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥാനം മാറ്റിയിട്ട് 1 2 ഈ 2 സ്ഥാനം മാറ്റിയതിന് ശേഷം
നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ അതാണ് അതിന്റെ ഉത്തരം. അതായത് 12.42 എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ എന്താ ചെയ്തത്, ഇപ്പോ സാധാ പോലെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് നമ്പറിനെ ഗുണിച്ചു. സാധാ എങ്ങനെയാണോ ഗുണനുള്ളത് പോയിന്റ് ഒന്നും നോക്കാതെ സാധാ പോലെ നമ്മൾ അതിനോട് മൾട്ടിപ്ലൈ ചെയ്തു. അവസാനം ഉത്തരം കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് കാട്ടിയെന്നറിയോ, ഇവിടെ എത്ര നമ്പർ ഉണ്ട് എന്ന് നോക്കി. പോയിന്റിന് ശേഷം ഇപ്പുറത്ത് എത്ര നമ്പർ ഉണ്ട്, ഒരു നമ്പർ. ഇവിടെ എത്ര ഉണ്ട്, ഒരു നമ്പർ. അപ്പൊ രണ്ട് നമ്പർ ടോട്ടൽ. അപ്പൊ നമ്മൾ ഇത് അവിടെ നിന്ന് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അതാണ് എന്തെന്ന് പറഞ്ഞാല് അതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം കൂടി ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും. നോക്കിക്കോട്ടോ. 7.54 ഇൻറ്റു 2.2. പോയിന്റിന്റെ താഴെ തന്നെ പോയിന്റ് എഴുതണമെന്ന് ഇൻറ്റു ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ ഒരു നിർബന്ധമല്ല, സാധാ പോലെ എഴുതിയാൽ മതി. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതിന്റെ പോയിന്റിന്റെ താഴത്ത് പോയിന്റ് എഴുതുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇൻറ്റു ചെയ്യുമ്പോൾ അല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിക്കോട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 8, 2നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 10ന് 0 ബാക്കി 1, 2നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 × 7 14, 14 കൂടെ ഇവിടുത്തെ 1 കൂട്ടാനുണ്ട്. അപ്പൊ എത്രയായി, 15. അപ്പൊ 2 കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചു കഴിഞ്ഞു. ഇനിയും അതേപോലെ തന്നെ ഈ 2നെ പോയിന്റ് ഒന്നും നോക്കണ്ട, 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 കിട്ടും, 2നെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 എന്ന് കിട്ടും, അതിന് 0 ബാക്കി ഇവിടെ 1 ഉണ്ട്. 2നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 14, ഈ 1 കൂട്ടുമ്പോൾ 15. ഓക്കെ അല്ലേ? ഇനി ഈ രണ്ട് നമ്പറും പാടെ നമ്മൾ എന്ത് ചെയ്യാണ്ട് കൂട്ടാനുണ്ട്. അപ്പൊ 8 ഞാനിതാ അതേപോലെ അടി കറക്കിട്ടു. 0 8 കൂട്ടിക്കഴിഞ്ഞാൽ 8 തന്നെ, 5 0 കൂട്ടിക്കഴിഞ്ഞാൽ 5 തന്നെ, 1 5 കൂട്ടിക്കഴിഞ്ഞാൽ 6 ആണ്. ഈ 1 അതുപോലെ അടി കറക്കിട്ടു. ഇത് സാധാ നോർമൽ ഗുണനാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷെ ഇനി പോയിന്റ് ഇടേണ്ടത് എവിടെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും നോക്കാം നമുക്ക്. ഉത്തരം കംപ്ലീറ്റ് ആണെങ്കിൽ പോയിന്റ് ഇടണ്ടല്ലോ. ഇതാ പോയിന്റിന് ശേഷം മേലെ എത്ര നമ്പർ ഉണ്ട്, 2 നമ്പറുകൾ ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ 2 നമ്പറുകൾ. ഇവിടെ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്, ഒരു നമ്പർ. അപ്പൊ ആകെപ്പാടെ എത്ര നമ്പറായി, ഇവിടെ 2ഉം ഇവിടെ 1ഉം ടോട്ടൽ എത്രയായി, 3 നമ്പറുകളായി. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്ഥാനം 1 2 3 സ്ഥാനങ്ങൾ നീക്കിയിട്ട് നമ്മളിത് ഇവിടെയാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ? എത്ര സ്ഥാനങ്ങൾ, ഇവിടെ ഒരു നമ്പർ, പോയിന്റിന് ശേഷം ഇവിടെ ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ. അപ്പൊ 2 നമ്പറായി, പിന്നെ ഇവിടെ 1, അപ്പൊ 3 ഉണ്ടായി. അപ്പൊ ഞാനിതാ 1 2 3 സ്ഥാനങ്ങൾ നീക്കിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. അവസാനത്തെ ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആക്കാം. ശരിക്കും നോക്കുക. 3.44 ഇൻറ്റു 6.33 എന്നുള്ളതാണ് 3.44 ഇൻറ്റു 6.33. ശരിക്കും നോക്കുക. സാധാ പോലെ തന്നെ പോയിന്റ് ഒന്നും മെയിൻ ചെയ്യാതെ നമ്മൾ എന്താവുക, ഗുണിക്കുക. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്, ബാക്കി 1 ഇവിടെ എഴുതി. അടുത്തത് വീണ്ടും 3 × 4 12 ആണ്, 12 കൂടി 1 കൂട്ടാണ്ട്. അപ്പൊ എത്രയായി, 13 ആണ്, ബാക്കി വീണ്ടും സിസ്റ്റം 1. അടുത്തത് 3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 9 ആണ്, 9 കൂടി 1 കൂട്ടാണ്ട്. അപ്പൊ എത്രയായി, 10 ആണ് വരിക. ഓക്കെ അല്ലേ? അടുത്തത് വീണ്ടും ഇതേപോലെ തന്നെ 3 × 4 എന്ന് പറഞ്ഞാൽ 12, ബാക്കി 1, 3 × 4 വീണ്ടും 12, അതിൽ കൂടി 1 കൂട്ടുമ്പോൾ 13 വരും, ബാക്കി ഇവിടെ 1 ഉണ്ട്. 3 × 3 എന്ന് പറഞ്ഞാൽ 9, 9 കൂടി 1 കൂട്ടുമ്പോൾ 10. ഓക്കെ അല്ലേ? അതായത് 3 കൊണ്ട് ഈ 3.44 ഗുണിച്ചാൽ തന്നെയാണ് കിട്ടുക, 2 കൊടുത്തു. അടുത്തത് 6 കൊണ്ടാണ്. 6 × 4, 6 4 24, അതിന് 4, ബാക്കി 2 ഉണ്ട്. വീണ്ടും 6 4 24 ആണ്, 24 കൂടി 2 കൂട്ടുമ്പോൾ 26, ബാക്കി 2. അടുത്തത് 6 × 3 18, 18 കൂടി 2 കൂട്ടുമ്പോൾ 20. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഗുണനം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അതും കൂടി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ, സാധാരണ ഗുണനം, അതിൽ നമ്മൾ പോയിന്റ് ഒന്നും മെയിൻ ചെയ്യാതെ സാധാരണ പോലെ ഗുണിച്ചാൽ മതി. ഇനി എന്താ ചെയ്യാം, നമ്മളിത് കൂട്ടണം അല്ലെ. 2ന്റെ താഴത്തൊന്നുമില്ല, അതുപോലെ അടി കറക്കിട്ടു. 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5. അടുത്തത് 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 ആണ്, 1ഉം 0 1 തന്നെ, അതിൽ കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 7 ആണ്. വീണ്ടും ഇവിടെ 1 അടി കറക്കിടുക, ഇവിടെ 2ഉം അടി കറക്കിടുക. അപ്പൊ ഇതാണ് നമ്മളുടെ കിട്ടിയ ഉത്തരം, നമുക്ക് ഗുണിച്ചിട്ട് കിട്ടിയ ഉത്തരം. ഇനി നമ്മൾ എവിടെ പോയിന്റ് ഇടണം, അതാണല്ലോ ഇവിടെ ചർച്ച. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് ഇവിടെ, 1 2 നമ്പറുകളുണ്ട്. ഇവിടെയും പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്, 2 നമ്പറുകളുണ്ട്. അപ്പൊ ആകപ്പാടെ എത്രയായി, 1 2 3 4, ആകപ്പാടെ 4 നമ്പറായി. അപ്പൊ നോക്കിക്കോട്ടെ, ഞാൻ ഇവിടെ പോയിന്റ് ഇടാ, 1 2 3 4, 4 സ്ഥാനം മാറ്റിട്ട് അല്ലെ, 1 2 3 4, 4 സ്ഥാനം മാറ്റിട്ട് ഇവിടെ പോയിന്റ് ഇടാം. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഇന്ന് ഇവിടെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചത് ഒന്ന് കൂട്ടൽ എങ്ങനെയെന്ന് പഠിച്ചു, 2 ഡെസിമൽ ഫോമുകൾ, അതുപോലെ തന്നെ കുറക്കൽ എങ്ങനെ പഠിച്ചു, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചെയ്യൽ എങ്ങനെ, ഗുണിക്കൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ 2 സംഭവത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പോയിന്റിന്റെ നേരെ താഴെ തന്നെ പോയിന്റ് വരണം എന്നുള്ളതാണ്. ഇൻറ്റു ചെയ്യുമ്പോൾ അങ്ങനെ വേണമെന്നുണ്ടോ, ഇല്ല.
എന്താ ചെയ്യേണ്ടത്? സാധാ പോലെ മൾട്ടിപ്പിൾ ചെയ്യുക. അവസാനം എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പറുകൾ ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കുക. അതിനുശേഷം നമ്മളുടെ ഉത്തരം ഇവിടെ ഉണ്ടാവില്ലേ? എത്ര ഉണ്ട് വെച്ചാൽ അതിന് ഇങ്ങനെ സ്ഥാനങ്ങൾ ഇങ്ങനെ നീക്കി നീക്കി കൂടുന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ എന്തായി? അതിന്റെ ആൻസറായി. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി സംശയമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഏതെങ്കിലും സെക്ഷനുകൾ മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ അവർക്കത് പേഴ്സണലായിട്ട് പറഞ്ഞുതരാം കേട്ടോ.